നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മറുനാടൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം നടത്തിയിരുന്നു. ഒന്നാം സമ്മാനം കിട്ടുന്ന ആൾക്ക് കല്യാൺ ജുവലേഴ്സ് സ്പോൺസർ ചെയ്യുന്ന 1 പവൻ സ്വർണം, രണ്ടാം സമ്മാനം കൊച്ചിൻ ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി നൽകുന്ന പുത്തൻ ഐഫോൺ 17, മൂന്നാം സമ്മാനം UK-യിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്പോൺസർ ചെയ്യുന്ന മറ്റൊരു ഐഫോൺ 17, 4 മുതൽ 7 വരെ സമ്മാനങ്ങൾ, അത് 4, 5, 6, 7 അങ്ങനെ 4 സമ്മാനങ്ങൾ. ഇടുക്കിയിലെ മനോഹരമായ കാനനം റിസോർട്ടിൽ ഒരു പകലും രാത്രിയും സൗജന്യമായി താമസിക്കാനുള്ള കൂപ്പൺ, ഇതായിരുന്നു സമ്മാനം. ആയിരക്കണക്കിന് എൻട്രികൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. എൻട്രിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. എല്ലാ ഉത്തരവും ശരിയാക്കി ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ചോദ്യം മാത്രം തെറ്റിച്ച് 2 പേരുണ്ടായിരുന്നു. 2 പേരുടെ ഇമെയിൽ അഡ്രസ് ഇവിടെയാണ് കൊടുക്കുന്നത്: shamshankar234@gmail.com, റോയ് ജോസ് 2050@gmail.com. ഇവർ 2 പേരും ഓരോ ചോദ്യങ്ങൾ മാത്രം തെറ്റിച്ചു, ബാക്കിയെല്ലാം ശരിയാക്കി. അതുകൊണ്ട് നറുക്കെടുത്ത് ഇവരിൽ ഒരാൾക്ക് 1ാം സമ്മാനവും രണ്ടാമത്തെ ആൾക്ക് 2ാം സമ്മാനവും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതായത് 1 പവന്റെ സ്വർണവും 1 ഐഫോണും അങ്ങനെ തീരുമാനിച്ചു. എന്നാൽ ഈ 2 പേർക്കും ഇമെയിൽ അയച്ചെങ്കിലും ഇതുവരെയായിട്ടും, അതായത് ഇമെയിൽ അയച്ചിട്ട് 1 മാസം പിന്നിട്ടു. ജൂൺ ആദ്യ ദിവസമാണ് അയച്ചത്. 15-ാം തീയതിക്ക് വിശദാംശങ്ങൾ തരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 30-ാം തീയതി വരെ ഞങ്ങൾ കാത്തിരുന്നു. 1 മാസമായിട്ടും ഒരു വിവരവുമില്ല. അതുകൊണ്ട് 1, 2 സമ്മാനങ്ങൾ കൊടുക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. 15 ദിവസം കൂടി കാത്തിരിക്കും. അതായത് ജൂലൈ മാസം 15-ാം തീയതിക്കകം ഈ ഇമെയിലിൽ ഉള്ളവർ ബന്ധപ്പെട്ടാൽ, ഇവരാണ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇമെയിൽ മാത്രമായിരുന്നു, അവർക്കായിരിക്കും 1, 2 സമ്മാനം കൊടുക്കുക. 3 മുതൽ 7 വരെയുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ യോഗ്യത നേടിയത് 7 പേരാണ്. അതായത് 2 ചോദ്യങ്ങൾ തെറ്റിച്ചവർ. ഈ 2 ചോദ്യങ്ങൾ തെറ്റിച്ചവർ 7 പേരാണ്. വാസ്തവത്തിൽ ഞങ്ങൾ സമ്മാനം കൊടുക്കേണ്ടത് 5 പേർക്കാണ്. 7 പേർ 2 ചോദ്യങ്ങൾ വീതം തെറ്റിച്ചു. 7 പേരിൽ നിന്നും 5 പേർക്ക് നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ സമ്മാനം കൊടുക്കേണ്ടതാണ്. എന്നാൽ 7 പേർക്കും സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ 7 പേർക്ക് ഞങ്ങൾ ഇമെയിൽ അയച്ചു. ആ 7 പേരും ഞങ്ങളെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 7 പേരും 2 ചോദ്യങ്ങളാണ് തെറ്റിച്ചത്. അതായത് തുല്യ അവകാശമാണ്. അതിൽ നിന്ന് നറുക്കെടുത്ത് ഒരാൾക്ക് 3ാം സമ്മാനം ഐഫോൺ 17 കൊടുക്കുന്നു. ബാക്കി 6 പേർക്കും ഇടുക്കി കുളമാവിലുള്ള കാനനം റിസോർട്ടിൽ ഒരു രാത്രിയും പകലും 1 ഡേ പാക്കേജ് സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കുടുംബത്തോടൊപ്പം സൗജന്യമായി താമസിക്കാനുള്ള 1 മുറി, അതാണ് സമ്മാനം. ആ സമ്മാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേർക്കും ഇമെയിൽ അയച്ചിരുന്നു. അവർ മറുപടി നൽകി. ആ 7 പേരിൽ നിന്നും ഞങ്ങൾ ഒരാളെ 3ാം സ്ഥാനത്തിന് തിരഞ്ഞെടുത്തു. ആ 3ാം സ്ഥാനത്തിന് കിട്ടിയ ആളുടെ പേര് അഭിരാം PP, പുത്തൻപുരയിൽ ഹൗസ്, കായക്കോടി PO, കുറ്റ്യാടി, കോഴിക്കോട്. ഈ ചിത്രത്തിൽ കണ്ട അഭിരാമിനാണ് ഐഫോൺ 17 കിട്ടിയിരിക്കുന്നത്. ബാക്കി 6 പേർക്ക്, 4 പേർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ 6 പേർക്ക് ഞങ്ങൾ കൊടുക്കുന്നു. 6 പേർ: വിനീഷ് VP, വാതുക്കൽ പറമ്പത്ത്, വില്യാപ്പള്ളി, പൊന്മേരിപ്പറമ്പിൽ PO, വടകര. അടുത്തത് അനീസ് KI, പീടികയിൽ ഹൗസ്, കാട്ടൂർപേട്ട, നാരങ്ങാനം, പത്തനംതിട്ട. അടുത്തത് KP വേണുഗോപാൽ, കണ്ടമാനിക്കൽ, കാഞ്ഞിരമറ്റം PO, തൊടുപുഴ. സ്റ്റാൻലി എബ്രാഹം, കുന്നുപുറത്ത് ഹൗസ്, ഈസ്റ്റ് കടാതി, മൂവാറ്റുപുഴ. ബിജു ജോർജ്, കുറുവേരത്ത് മണ്ണിൽ, പൂന്തല PO, വെൺമണി, ആലപ്പുഴ. സാം K തോമസ്, കാക്കാംപറമ്പിൽ, വാകത്താനം PO, കോട്ടയം. ഈ 6 പേർക്ക് കാനൻ റിസോർട്ടിൽ താമസിക്കാനുള്ള വൗച്ചറാണ്. ഈ 6 പേരുടെയും വൗച്ചർ ഞങ്ങൾ അയച്ചു കൊടുത്തിരിക്കുന്നു. ഈ വൗച്ചർ തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ വിശദാംശങ്ങൾ ഞങ്ങൾ ഈ കിട്ടിയവരെ അറിയിച്ചിട്ടുണ്ട്. മാനേജർ നമ്പറും തന്നിട്ടുണ്ട്. ഈ മാനേജറുടെ നമ്പറിൽ വിളിച്ച് അവരുടെ സൗകര്യം കൂടി നോക്കി നിങ്ങൾക്ക് പോയി 2 പേരുടെയും സൗകര്യപ്രദമായി ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ 1 വർഷത്തിനിടയിൽ എന്തെങ്കിലും പോയി താമസിച്ചാൽ മതിയാവും. നിങ്ങളുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും കൂടി പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കണം. 3ാം സമ്മാനം കിട്ടിയ അഭിരാമിന് മറുനാടിൻ്റെ തിരുവനന്തപുരം ഓഫീസിലെത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഫോൺ കൈമാറുന്നതാണ്. ഞങ്ങളുടെ മാനേജർ ഈ അഭിരാമിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ അഭിരാമിന് ഇഷ്ടാനുസരണം ഇവിടെ വരുമ്പോൾ, തിരുവനന്തപുരത്ത് വരുമ്പോൾ എപ്പോൾ വന്നാലും അപ്പോൾ തരുന്നതായിരിക്കും. ബാക്കി 1, 2 സമ്മാനം കിട്ടേണ്ടവർ, സ്വർണ്ണം ഐഫോൺ 17 കിട്ടേണ്ടവർ 15 ദിവസം കൂടി സാവകാശം തരും. ഇല്ലെങ്കിൽ ആ സമ്മാനം റദ്ദ് ചെയ്യുന്നതാണ്. 5 ജനറൽ ചോദ്യങ്ങളും 35 സ്പെസിഫിക് മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായിരുന്നു ചോദിച്ചത്. ആ 5 പ്രധാന ചോദ്യങ്ങൾ: ആർക്കായിരിക്കും ഭരണം, LDF എത്ര സീറ്റ് നേടും, UDF എത്ര സീറ്റ് നേടും, BJP എത്ര സീറ്റ് നേടും, കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്നിങ്ങനെയാണ് 5 ചോദ്യങ്ങൾ. 31 മണ്ഡലങ്ങൾ ജനറൽ. ഈ 5 ചോദ്യങ്ങളും ശരിയാക്കി നിരവധി പേരുണ്ട്. എന്നാൽ 31 സ്പെസിഫിക് മണ്ഡലങ്ങളിൽ പലർക്കും തെറ്റിപ്പോയി. 2 എണ്ണം തെറ്റിയവർ, ഓർക്കുക, 2 എണ്ണം തെറ്റിയവരൊക്കെ തെറ്റിച്ചത് കൊട്ടാരക്കരയിൽ ഐഷ പോയിട്ട് ജയിക്കുമെന്നും മണലൂരിൽ TN പ്രതാപൻ ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ്. ഈ 2 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം ശരിയാക്കിയവരാണ്. ഇതുവരെ സമ്മാനത്തിന് അർഹരായിരിക്കുന്ന 9 പേർ. സമ്മാന ജേതാക്കൾക്കെല്ലാം മറുനാടൻ ടീമിൻ്റെ അഭിനന്ദനങ്ങൾ.